ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ആണ്. നമ്മൾ പോകുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡൽസിലൂടെയാണ്. ക്ലസ്റ്ററിങ്, കെ മീൻസ് ക്ലസ്റ്ററിങ്, എക്സ്പെക്റ്റേഷൻ മാക്സിമൈസേഷൻ അൽഗോരിതം, LVMM ലാറ്റന്റ് വേരിയബിൾ മിക്സ്ചർ മോഡൽ, ലേറ്റന്റ് റിച്ച്ലെറ്റ് ലൊക്കേഷൻ LDA, ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയുന്നത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കുറച്ചായിട്ടാണ് നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. ഓരോ ടോപ്പിക്കായിട്ട് ആണ് എടുക്കുന്നത്. ഓക്കെ, എന്താണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ? അതിന് മുന്നേ വാട്ട് ഈസ് ഡയമെൻഷനാലിറ്റി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡയമെൻഷനാലിറ്റി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നമ്മൾ എന്താണ് മീൻ ചെയ്യുന്നത്? നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസിൻ്റെ നമ്പർ. അപ്പോൾ എന്താണ് ഇൻപുട്ട് വേരിയബിൾസ്? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ലേണിംഗ് മെത്തേഡ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലേണിംഗ് മോഡലിലേക്ക് നമ്മൾ കുറച്ച് ഇൻപുട്ട് വേരിയബിൾസ് സെറ്റ് ചെയ്ത് വെക്കും. ആ ഇൻപുട്ട് വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ട് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യും എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ഡാറ്റ സെറ്റ് ഉണ്ടാവും. ആ ഡാറ്റ സെറ്റിൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വേരിയബിൾസിനനുസരിച്ച് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുകയാണ് എന്ത് ചെയ്യുന്നത്? മോഡൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക്ക് ആണെങ്കിൽ നമ്മൾ ആദ്യമേ കുറച്ച് ബോത്ത് ഇൻപുട്ട് ഡാറ്റ ആൻഡ് പ്ലസ് ഔട്ട്പുട്ട് ഡാറ്റയും നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് പുതിയ ഡാറ്റ വരുമ്പോൾ, ടെസ്റ്റ് ഡാറ്റ വരുമ്പോൾ, ഓൾറെഡി നമ്മൾ സപ്ലൈ ചെയ്ത ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് അതിനെ സ്റ്റഡി ചെയ്തിട്ട് പുതിയ ഡാറ്റയ്ക്കുള്ള ഔട്ട്പുട്ട് കിട്ടും. അത്രയാണ് എന്തിൽ വരുന്നത്? സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ പറയുന്നത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഔട്ട്പുട്ട്, ഇന്ന ഇൻപുട്ടിന് ഇന്ന ഔട്ട്പുട്ട് എന്നൊന്നും പറഞ്ഞിട്ട് സപ്ലൈ ചെയ്യുന്നില്ല. എന്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ? കുറേ ഡാറ്റാസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരു കയ്യും കണക്കില്ലാതെ കുറേ ഡാറ്റാസ് ഇട്ട് കൊടുക്കും. അപ്പോൾ അവിടെ ക്ലസ്റ്ററിങ്ങും അതുപോലെ തന്നെ ഓരോ അൽഗോരിതംസും ഒക്കെ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, ആ ഡാറ്റേനെ ഗ്രൂപ്പ് ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കും. ആ ഫീച്ചേഴ്സിനനുസരിച്ച് അതിനെ എന്ത് ചെയ്യും? സ്റ്റഡി ചെയ്ത് ഇന്ന ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇന്ന രീതിയിലായിരിക്കും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അവർ സ്വയം സ്റ്റഡി ചെയ്യും. അതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലത്തെ ഒരു എക്സാമ്പിളാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. അതിൽ വരുന്ന എക്സാമ്പിളല്ല, അതിൽ വരുന്ന ഒരു ടെക്നിക്കാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. എന്താണെന്ന് നോക്കാം. നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസ് ഓർ ഫീച്ചേഴ്സ് ഫോർ എ ഡാറ്റ സെറ്റ് ഇസ് റെഫർഡ് ടു ആസ് ഇറ്റ്സ് ഡയമെൻഷനാലിറ്റി. ഡയമെൻഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മോഡലിന് ഒരു സ്പെസിഫിക് ഡാറ്റ സെറ്റ് ഉണ്ടാവും. ആ ഡാറ്റ സെറ്റിൽ എത്ര ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ട്, എത്ര ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു കുട്ടിയുടെ അപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു ഡാറ്റയാണെന്ന് വിചാരിക്കുക, ഡാറ്റ സെറ്റാണെന്ന് വിചാരിക്കുക. ഒരു കുട്ടിയുടെ അപ്പിയറൻസ് കണ്ടിട്ട് അതിപ്പോൾ ബോയ് ആണോ ഗേൾ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതമാണ്. അപ്പോൾ അതിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വേരിയബിൾസ് എന്തൊക്കെയാവാം? ലെങ്ത് ഓഫ് ഹെയർ, കളർ ഓഫ് സ്കിൻ. ഓക്കെ, പിന്നെന്തായിരുന്നു, എന്തൊക്കെ വരും? ലെങ്ത് ഓഫ് ഹാൻഡ്, ലെങ്ത് ഓഫ് ലെഗ്, അതുപോലെ വിഡ്ത്ത് ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്തൊക്കെ വരും എന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെയുള്ള എത്ര ഫീച്ചേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ ഓരോരോ എണ്ണി പറഞ്ഞ കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു മോഡലിൻ്റെ ഇൻപുട്ട് വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ലെങ്ത് ഓഫ് ദ ഹെയർ, കളർ ഓഫ് സ്കിൻ, വിഡ്ത്ത് ഓഫ് ഐസ്, അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? നമ്മൾ കൊടുത്തിട്ടുള്ള ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്, ക്ലസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഇൻപുട്ട് വേരിയബിൾസിൻ്റെ നമ്പർ എത്ര എണ്ണമുണ്ട്, ഇൻപുട്ട് വേരിയബിൾസ് എത്ര എണ്ണമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡയമെൻഷനാലിറ്റി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയമെൻഷനാലിറ്റി മീൻസ് നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസ് ഓർ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഇൻ എ ഡാറ്റ സെറ്റ്.
ഓക്കെ, അങ്ങനെയെങ്കിൽ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡയമെൻഷനാലിറ്റീനെ റെഡ്യൂസ് ചെയ്യുക, അതായത് നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസിനെ റെഡ്യൂസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇൻപുട്ട് വേരിയബിൾസ് കുറയ്ക്കാൻ കാരണം എന്താണ്? അതാണ് പറയുന്നത്, മോർ ഇൻപുട്ട് ഫീച്ചേഴ്സ് ഓഫൺ മേക്ക് എ പ്രെഡിക്റ്റീവ് മോഡലിംഗ് ടാസ്ക് മോർ ചലഞ്ചിങ് ടു മോഡൽ. ഇൻപുട്ട് ഫീച്ചേഴ്സ് കൂടും തോറും ഒരു മോഡലിന് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷൻ കൂടുതൽ ചലഞ്ചിങ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് വേരിയബിൾസ് കൂടുന്തോറും ആ ഒരു മോഡലിന് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ നല്ല ഔട്ട്പുട്ട് തരാനുള്ള എഫക്റ്റീവ്നെസ് കുറയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ചലഞ്ചിങ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ മോർ ജനറലി അതിനെ വിളിക്കുന്ന പേരാണ് കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി. ഓക്കെ, അപ്പോൾ വെൻ നമ്പർ ഓഫ് ഇൻപുട്ട് ഫീച്ചേഴ്സ് ഓർ നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസ് ഇൻക്രീസസ്, the task of modeling a predictive model increases. It becomes more challenging. Okay, that is called curse of dimensionality. Okay, അപ്പോൾ ഇങ്ങനെ ഹൈ ഡയമെൻഷനാലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക്സ് ആർ ഓഫൺ യൂസ്ഡ് ഫോർ. അപ്പം അങ്ങനെ ഹൈ ഡയമെൻഷനാലിറ്റി ഉള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റഡീസ്, അങ്ങനെയുള്ള മോഡലിങ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഡയമെൻഷനാലിറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള ടെക്നിക്സും ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും ഡാറ്റ വിഷ്വലൈസേഷനിലാണ്. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ ഈ ഹൈ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക്സ് അതുപോലെ തന്നെ ഹൈ ഡയമെൻഷനാലിറ്റിയുള്ള വർക്കുകൾ, പ്രൊജക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിലാണ്? ഡാറ്റ വിഷ്വലൈസേഷനിലാണ്. പക്ഷേ ബട്ട് സംടൈംസ് ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ മെഷീൻ ലേണിംഗ്, ഫോർ അപ്ലൈഡ് മെഷീൻ ലേണിംഗ് ടു സിംപ്ലിഫൈ എ ക്ലാസിഫിക്കേഷൻ ഓർ റിഗ്രഷൻ ഡാറ്റ സെറ്റ്. ഒരു ക്ലാസിഫിക്കേഷൻ ഡാറ്റാ സെറ്റിനെ അല്ലെങ്കിൽ ഒരു റിഗ്രഷൻ ഡാറ്റാ സെറ്റിനെ മിനിമൈസ് ചെയ്യാൻ, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ഓർഡർ ടു ബെറ്റർ ഫിറ്റ് എ പ്രൊഡിക്റ്റീവ് മോഡൽ. ഒരു പ്രൊഡിക്റ്റീവ് മോഡലിൻ്റെ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാൻ ബെറ്റർ ഫിറ്റ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, ദ പ്രോബ്ലംസ് വിത്ത് മെനി ഇൻപുട്ട് വേരിയബിൾസ്. നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ, വീണ്ടും പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ കാര്യങ്ങൾ പറയാൻ പോവാണ്, ഡിവൈഡ് ചെയ്ത് പറയാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് പ്രോബ്ലം വിത്ത് ഇൻപുട്ട് വേരിയബിൾസ്, മോർ ഇൻപുട്ട് വേരിയബിൾസ് കൂടിയാലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്. ഓക്കെ, രണ്ടാമത്തത് വാട്ട് ഈസ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. മൂന്നാമത്തത് ദ ടെക്നിക്സ് ഫോർ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. അങ്ങനെ ഡയമെൻഷനാലിറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്? ആ ടെക്നിക്സ് ജസ്റ്റ് നെയിംസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയാം പ്രോബ്ലം വിത്ത് മെനി ഇൻപുട്ട് വേരിയബിൾസ് കൂടിയാൽ എന്താണ് സംഭവിക്കുക? ദ പെർഫോമൻസ് ഓഫ് എ മെഷീൻ ലേണിംഗ് അൽഗോരിതം ക്യാൻ ഡിഗ്രേഡ് വിത്ത് ടു മെനി ഇൻപുട്ട് വേരിയബിൾസ് കൂടിക്കഴിഞ്ഞാൽ പെർഫോമൻസ് കുറയും. മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൻ്റെ പെർഫോമൻസ് കുറയും. എങ്ങനെയാണ് അതെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ വിചാരിക്കുക, സപ്പോസ് യുവർ ഡാറ്റ ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് റോസ് ആൻഡ് കോളംസ്. ഒരു സ്പ്രെഡ്ഷീറ്റിലുള്ളതുപോലെ നമ്മളുടെ ഡാറ്റേനെ റോസും കോളംസും ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു വിചാരിക്കുക. ദെൻ ദ ഇൻപുട്ട് വേരിയബിൾസ് ആർ ദ കോളംസ് ദാറ്റ് ആർ ഫെഡ് ആസ് ഇൻപുട്ട് ടു ദ മോഡൽ. ഇൻപുട്ട് വേരിയബിൾസിനെ നമ്മൾ എന്തായിട്ടാണ് കൊടുക്കുക? കോളംസ്. ആ സ്പ്രെഡ്ഷീറ്റിലത്തെ കോളംസിലാണ് എന്ത് കൊടുക്കുന്നത്? ഇൻപുട്ട് വേരിയബിൾസ് കൊടുക്കുന്നത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഫീച്ചേഴ്സ്. ഇൻപുട്ട് വേരിയബിൾസിന് വേറൊരു പേരും കൂടി ഉണ്ട്, എന്താണ്? ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് വേരിയബിൾസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് നമ്മൾ കോളത്തിൽ പറയുന്നത്. റോസ് ആൻഡ് കോളംസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ ദ കോളംസ് ഇൻക്ലൂഡ് ദ input variables or features. Okay, we can consider the columns of data representing dimensions on an n-dimensional feature space and the rows of data as points in that space. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഡാറ്റ വെച്ചിട്ട് ഒരു ഗ്രാഫ് വരച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ
ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ് മുഴുവൻ അങ്ങനെയാണ് നടക്കുന്നത് അല്ലേ. കണക്കുകൾ നോക്കി അതിനനുസരിച്ച് പിക്ചോറിക്കലി ബാർ ഡയഗ്രമായിട്ടോ അല്ലെങ്കിൽ പൈ ഡയഗ്രമായിട്ടോ ഗ്രാഫായിട്ട് വരച്ചു. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഒരു സിമ്പിൾ ഗ്രാഫായിട്ട് വരച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കോളംസ് ഓഫ് ഡാറ്റയാണ് എന്ത്, ഡയമെൻഷൻസ് ഓൺ എൻ ഡയമെൻഷണൽ ഫീച്ചർ സ്പേസ്. എത്ര ഡയമെൻഷൻസ് ഉണ്ട് എക്സ് ആക്സിസിൽ ആ ഒരു നമ്പർ ഓഫ് ഡയമെൻഷൻസ് ലിസ്റ്റ് ചെയ്യും. ഓരോരോ നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡയമെൻഷൻസ് ഓൺ എൻ ഡയമെൻഷണൽ ഫീച്ചർ സ്പേസ്. ആ ഒരു എത്ര കോളം ഉണ്ടോ അത്രയും സെക്ഷൻസ് എവിടെ വരും, ഈ ഒരു ഡാറ്റ സ്പേസിൽ വരും. ആൻഡ് ദ റോസ് ഓഫ് ദ ഡാറ്റ എന്തായിട്ട് വരും, പോയിൻറ്റ്സ് ഇൻ ദാറ്റ് സ്പേസ്. ആ സ്പേസിൽ ഗ്രാഫിൻ്റെ സ്പേസിലുള്ള പോയിൻറ്റ്സ് ആണ് എന്ത് വരിക, റോസ് ഓഫ് ഡാറ്റ വരിക. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ കൺസിഡർ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡാറ്റ. അതിൽ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ എന്ത് കൊടുക്കും, നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ റോൾ നമ്പർ ഓഫ് ദ സ്റ്റുഡൻറ്റ്. സെക്കൻഡ് കോളത്തിൽ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്. തേർഡ് കോളം ക്ലാസ്. ഫോർത്ത് കോളം ഡിവിഷൻ. ഫിഫ്ത്ത് കോളം എന്ത് കൊടുക്കും, ഡേറ്റ് ഓഫ് ജോയിനിങ്. അല്ലെങ്കിൽ സിക്സ്ത് കോളം പ്രീവിയസ് മാർക്സ്. ഓക്കെ, സെവൻത്ത് കോളം എന്തായിരുന്നു, അഡ്രസ്. എയ്ത്ത് കോളം ഫോൺ നമ്പർ. നയൻത്ത് കോളം മെയിൽ അഡ്രസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം, നെയിം, റോൾ നമ്പർ, മാർക്സ്, അഡ്രസ്, ക്ലാസ്, ഡിവിഷൻ, ഇതൊക്കെ ഇൻപുട്ട് വേരിയബിൾസ് ആണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ്. അപ്പോൾ ആ ഒരു കോളത്തിൽ വരുന്നതെല്ലാം എന്താണ്, ഫീച്ചേഴ്സാണ്. ഇനി നമ്മൾ സപ്പോസ് അതൊരു ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായിരുന്നു, ABC. ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് ABC, റോൾ നമ്പർ 01. അപ്പോൾ 01 ABC എന്നൊക്കെ പറഞ്ഞത് എവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുക, ആ ഗ്രാഫിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ABC അല്ലെങ്കിൽ 01 എന്ന് പറയുന്നത് നെയിം എന്താണ്, അപ്പോൾ നെയിമിൻ്റെ അവിടെ മാർക്ക് ചെയ്തു. ഇതിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിളൊക്കെ എടുക്കുകയാണെങ്കിൽ അത് മൊത്തം എന്തായിരിക്കും, ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ 10, 10.5, 20, 20.5 അങ്ങനെയൊക്കെ ആയിരിക്കും വാല്യൂസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ റോസ് ഓഫ് ഡാറ്റ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്, മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാഫിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, പോയിൻറ്റ്സ് ആയിട്ട് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ കയ്യിലുള്ള ഡാറ്റ തന്നെ നമ്മളൊരു സ്പ്രെഡ്ഷീറ്റായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അതിൽ കോളംസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡാറ്റ ഇൻപുട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. റോസ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് എന്ത്, റോസ് എന്ന് പറയുന്നത്. ഓക്കെ, having a large number of dimensions in the feature space can mean that volume of that space is very large. അപ്പോൾ അവിടെ ഫീച്ചേഴ്സ് കൂടുക എന്ന് വെച്ചാൽ ആക്സിസ്, എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും മാർക്ക് ചെയ്തിട്ടുള്ള ലെങ്ത്ത് കൂടുക എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അത്രയും എക്സും വൈയും ആക്സസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫിൻ്റെ വോളിയം എന്താണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫീച്ചേഴ്സ്, നമ്പർ ഓഫ് ഇൻപുട്ട് ഫീച്ചേഴ്സ് കൂടിക്കഴിഞ്ഞാൽ അത് ആ ഒരു ഗ്രാഫിൻ്റെ ഉള്ളിലുള്ള സ്പേസ്, അതായത് നമുക്ക് മാർക്ക് ചെയ്യാൻ അലൗഡ് ആയിട്ടുള്ള സ്പേസ്, പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാൻ അലൗഡ് ആയിട്ടുള്ള സ്പേസിൻ്റെ വോളിയം എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. And in turn the points that we have in that space often represent a small and non-representative sample. അങ്ങനെ ആ ഒരു വോളിയം കൂടുന്നതിനനുസരിച്ച് നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ള പോയിൻറ്റ്സ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ്, അതായത് റോ വാല്യൂസ് ചെറുതായി വരികയാണ്. വോളിയം കൂടുന്തോറും പോയിൻറ്റ്സിൻ്റെ വലിപ്പം കുറയുന്നു. അതിനെ നമുക്കൊരു സാമ്പിളായിട്ട്, ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കാക്കാവുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിട്ട് നമുക്ക് എന്തിനെ കിട്ടുന്നില്ല, ആ ഒരു പോയിൻ്റ് പ്ലോട്ട് ചെയ്യുമ്പം കിട്ടുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. കോളംസിലാണ് നമ്മൾ എന്ത് വരുന്നത്, ഫീച്ചേഴ്സ്, ഇൻപുട്ട് വേരിയബിൾസ് വരുന്നത്. അപ്പോൾ ആ ഒരു കോളത്തിനെ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് കൂടുമ്പോൾ ഗ്രാഫിൻ്റെ ഏരിയ, വോളിയം കൂടും. ഓക്കെ, ആ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനുള്ള വോളിയം, ഏരിയ, ആ ഒരു സ്പേസ് കൂടും. ഓക്കെ, സ്പേസ് കൂടിക്കഴിഞ്ഞാൽ അതിൽ മാർക്ക് ചെയ്യുന്ന പോയിൻറ്റ്സ് ഏറ്റവും മിനിമം ആവും. ഇറ്റ് ഈസ് സ്മോൾ ആൻഡ്
നോൺ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളായിട്ട് മാറും. ദിസ് ക്യാൻ ഡ്രമാറ്റിക്കലി ഇമ്പാക്ട് ദ പെർഫോമൻസ് ഓഫ് മെഷീൻ ലേണിംഗ് അൽഗോരിതം. ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൻ്റെ ഒരു പെർഫോമൻസ് കുറയുന്നത്. ഓക്കെ, അതിനെയാണ് ജനറലി കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്നത്. Therefore, it is often desirable to reduce the number of input features. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഇൻപുട്ട് ഫീച്ചേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കണം. That this reduces number of dimensions of the feature space, hence the name dimensionality reduction. ഇങ്ങനെ നമ്പർ ഓഫ് ഇൻപുട്ട് ഫീച്ചേഴ്സ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് നമ്പർ ഓഫ് ഡയമെൻഷൻസ് ഓഫ് ഫീച്ചർ സ്പേസ്. ഈ ഒരു സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ത് ചെയ്യും, കുറയും, റെഡ്യൂസ് ചെയ്യും. ഇറ്റ്സ് ഡയമെൻഷൻ would be reduced. That is why the name dimensionality reduction. Okay, എന്താണ് dimensionality reduction? Refers to techniques for reducing the number of input variables in training data. ട്രെയിനിങ് ഡാറ്റയിലുള്ള നമ്പർ ഓഫ് വേരിയബിൾസിനെ, നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫീച്ചേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുക. ഫീച്ചേഴ്സിൻ്റെ എണ്ണം, നമ്പർ ഓഫ് ഫീച്ചേഴ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ ഡീലിംഗ് വിത്ത് ഹൈ ഡയമെൻഷണൽ ഡാറ്റ, ഈ ഡയമെൻഷനാലിറ്റി കുറയ്ക്കാതെ ഹൈ ഡയമെൻഷനാലിറ്റി ഉള്ള ഡാറ്റയായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഫുൾ ടു റെഡ്യൂസ് ദ ഡയമെൻഷനാലിറ്റി. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഡയമെൻഷനാലിറ്റി കുറയ്ക്കണം. ബൈ പ്രൊജക്റ്റിംഗ് ദ ഡാറ്റ ടു എ ലോവർ ഡയമെൻഷണൽ സബ്സ്പേസ് വിച്ച് ക്യാപ്ചേഴ്സ് ദ എസെൻസ് ഓഫ് ഡാറ്റ. അതായത് നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് വേരിയബിൾസിനെ വെച്ചിട്ട് അതിലുള്ള ഡാറ്റയൊന്നും ലോസ്റ്റ് ആവാതെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക, ലോവർ ഡയമെൻഷണൽ സബ്സ്പേസ് കണ്ടുപിടിക്കാം. ഓൾറെഡി നമ്മൾ ഒരു സ്പേസിൽ ഈ പറഞ്ഞ പോലെ ഇൻപുട്ട് വേരിയബിൾസ് ഒക്കെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് കുറേ വാല്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് ലോവർ എന്താ പറയുക, ഇൻപുട്ട് വേരിയബിൾ ലോവർ ഇൻപുട്ട് വേരിയബിൾ സ്പേസ് കണ്ടുപിടിക്കുക, ലോവർ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഹെൻസ് ദ നെയിം ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. അപ്പോൾ ആ തെറ്റിപ്പോയതാണ്. ഒരു ലോവർ ഡയമെൻഷണൽ സബ്സ്പേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ഇറ്റ് ക്യാപ്ചേഴ്സ് ദ എസെൻസ് ഓഫ് ഡാറ്റ. എന്തും കൂടി ശ്രദ്ധിക്കണം, നമ്മളുടെ കയ്യിലുള്ള ഡാറ്റയിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും എന്തിലും വരണം, പുതിയ സബ് സ്പേസിലും വരണം. അപ്പോൾ മൊത്തം ഫീച്ചേഴ്സിനെ നമ്മളെടുത്ത് ചുരുക്കി ന്യൂ ലോവർ ഡയമെൻഷണൽ സബ് സ്പേസ്, പുതിയൊരു ഡയമെൻഷൻസ് നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുക. അവിടെ എന്ത് പോകാൻ പാടില്ല, നമ്മുടെ കയ്യിലുള്ള ഡാറ്റയുടെ എസൻസ് കുറയാൻ പാടില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ഡീലിംഗ് വിത്ത്, അപ്പോൾ അതൊരു എന്താ പറയുക ഡെഫിനേഷനാണ്, അത് പഠിക്കുക. ഇനി നമ്മൾ വേറൊരു ഡെഫിനേഷനും കൂടി കാണുന്നുണ്ട്. വെൻ ഡീലിംഗ് വിത്ത് ഹൈ ഡയമെൻഷണൽ ഡാറ്റ, ഡയമെൻഷനാലിറ്റി കൂടിയ ഡാറ്റയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഫുൾ ടു റെഡ്യൂസ് ദ ഡയമെൻഷനാലിറ്റി. ആ ഡയമെൻഷനാലിറ്റീനെ കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. അതെങ്ങനെ കുറയ്ക്കും, ബൈ പ്രൊജക്റ്റിംഗ് ദ ഡാറ്റ ടു എ ലോവർ ഡയമെൻഷണൽ സബ് സ്പേസ്. നമ്മുടെ കയ്യിലുള്ള ഡാറ്റേനെ കുറച്ചും കൂടി ലോവർ സബ് സ്പേസ്, ഡയമെൻഷനാലിറ്റി സബ് സ്പേസ് ആക്കി കുറയ്ക്കുക, കുറച്ചും കൂടി ചുരുക്കുക. വിച്ച് ക്യാപ്ചേഴ്സ് ദി എസെൻസ് ഓഫ് ഡാറ്റ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയമെൻഷനാലിറ്റി. ഹൈ ഡയമെൻഷനാലിറ്റി മൈറ്റ് മീൻ ഈ ഹൈ ഡയമെൻഷനാലിറ്റി നമ്മൾ കുറേ നേരമായി പറയണു അല്ലേ. മോർ നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസ്, മോർ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രയാണ് അതിൻ്റെ കണക്ക്, 10 ആണോ, 15 ആണോ, 25 ആണോ, 50 ആണോ? അല്ല. ഹൈ ഡയമെൻഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓർ ഈവൻ മില്യൺസ് ഓഫ് ഇൻപുട്ട് വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈ ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്യൂവർ ഇൻപുട്ട് ഡയമെൻഷൻസ് ഓഫ് മെയിൻ കറസ്പോണ്ടിംഗ്ലി ഫ്യൂവർ പാരാമീറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ഇൻപുട്ട് വേരിയബിൾസ് കുറച്ച് കഴിഞ്ഞാൽ, ഇൻപുട്ട് ഡയമെൻഷൻസ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്തും കുറയും, പാരാമീറ്റേഴ്സും കുറയും. ആൻഡ് എ സിംപ്ലർ സ്ട്രക്ചർ വിൽ ബി അവൈലബിൾ. മെഷീൻ ലേണിംഗ് മോഡലിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചർ, സിംപ്ലർ സ്ട്രക്ചർ നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്യൂവർ പാരാമീറ്റേഴ്സ്. അപ്പോൾ ആ പാരാമീറ്റേഴ്സാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം.
A model with too many degrees of freedom is likely to overfit the training data and therefore may not perform well on new data. അതായത് ഒരുപാട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ഡാറ്റയോ മോഡലോ ആണെങ്കിൽ ഡാറ്റയോ മോഡലോ ആണെങ്കിൽ ഇറ്റ് വിൽ ഓവർഫിറ്റ് ദ ട്രെയിനിങ് ഡാറ്റ സെറ്റ്. അവിടെ ഒരു ഓവർ ഫിറ്റിംഗ് നടക്കും, അതുപോലെ തന്നെ പെർഫോം ചെയ്യലും കുറയും. It's desirable to have simple models that generalize well and in turn input data with few input variables. അപ്പോൾ സിമ്പിൾ മോഡലാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതാണ് കൂടുതലും ജനറലൈസ് ചെയ്തിട്ട് ആൻസർ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇൻപുട്ട് ഡാറ്റ വിത്ത് ഫ്യൂ ഇൻപുട്ട് വേരിയബിൾസ്. നമുക്ക് സാധനങ്ങൾ ഇൻപുട്ട് വേരിയബിൾസ് എത്ര തന്നെ വേണം, ഏറ്റവും കുറവുള്ളത് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. This is particularly true for linear models where the number of inputs and the degrees of freedom of the model are often closely related. ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക, ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക എങ്ങനെയുള്ളതിലാണ്, where the number of inputs and degrees of freedom of the model are closely related. ഇൻപുട്ട് വേരിയബിൾസിൻ്റെ എണ്ണവും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ദ മോഡലും അത് തമ്മിൽ ബന്ധമുള്ള സിറ്റുവേഷനിലാണ് ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു ഹാവ് സിമ്പിൾ മോഡൽസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഡയമെൻഷൻ. അതാണ് അടുത്ത ഒരു എന്താ പറയുക ഡെഫിനിഷൻ പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഡാറ്റ പ്രിപ്പറേഷൻ ടെക്നിക് പെർഫോംഡ് ഓൺ ഡാറ്റ പ്രയർ ടു മോഡലിംഗ്. മോഡലിങ്ങിൻ്റെ തൊട്ട് മുൻപേ ആയിട്ട് ഡാറ്റയിൽ പെർഫോം ചെയ്യുന്ന ഡാറ്റ പ്രിപ്പറേഷൻ ടെക്നിക്കാണ് ഡയമെൻഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Okay, it might be performed after data cleaning and data scaling and before training a predictive model. ഡാറ്റ ഈ ഒരു എന്താ പറയുക ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ എപ്പോൾ പെർഫോം ചെയ്യണം? ആഫ്റ്റർ ഡാറ്റ ക്ലീനിങ് നടത്തി കഴിഞ്ഞാൽ, അതായത് ആവശ്യമില്ലാത്ത ഡാറ്റാസൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് ഡാറ്റ സ്കെയിലിംഗ് അതിൻ്റെ അളവും വലിപ്പവും ഡാറ്റ ടൈപ്പൊക്കെ നോക്കാൻ, ആൻഡ് ബിഫോർ ട്രെയിനിങ് എ പ്രഡിക്റ്റീവ് മോഡൽ ട്രെയിൻ ചെയ്യുന്നതിന് പകരം. ഓക്കെ, ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ ഈൽസ് മോർ കോമ്പാക്റ്റ്, മോർ ഈസിലി ഇൻ്റർപ്രറ്റബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ടാർഗറ്റ് കോൺസെപ്റ്റ്. എന്താണ് ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ്റെ അഡ്വാൻറ്റേജ്? ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഡാറ്റാ സെറ്റ് എപ്പോഴും കൂടുതൽ കോമ്പാക്റ്റ് ആയിരിക്കും, ഒതുക്കമുള്ളതായിരിക്കും. മോർ ഈസിലി ഇൻ്റർപ്രറ്റബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ടാർഗറ്റ് കോൺസെപ്റ്റ്. നമ്മൾ ടാർഗറ്റ് കോൺസെപ്റ്റിൻ്റെ കുറച്ചും കൂടിയും ഈസി ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഓക്കെ, ഫോക്കസിങ് ദ യൂസേഴ്സ് അറ്റൻഷൻ ഓൺ ദ മോസ്റ്റ് റിലവൻ്റ്. അപ്പോൾ യൂസറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, as such any dimensionality reduction performed on training data must also be performed on new data such as the test data set, validation data set and the data when making a prediction with the final model. ഓക്കെ, അതായത് ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ ട്രെയിനിങ് ഡാറ്റയിൽ ഏതൊരു ട്രെയിനിങ് ഡാറ്റയിൽ പെർഫോം ചെയ്താലും, ടെസ്റ്റ് ഡാറ്റാ സെറ്റ് ആണെങ്കിലും വാലിഡേഷൻ ഡാറ്റാ സെറ്റ് ആണെങ്കിലും ഡാറ്റ വെൻ മേക്കിംഗ് എ പ്രഡിക്ഷൻ, അതായത് ഏത് ട്രെയിനിങ് ഡാറ്റയിൽ പെർഫോം ചെയ്താലും ന്യൂ ഡാറ്റയിലും നമ്മൾ എന്ത് ചെയ്യണം? അത് പെർഫോം ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ഡാറ്റാ സെറ്റിലും ചെയ്യണം, വാലിഡേഷൻ ഡാറ്റാ സെറ്റിലും ചെയ്യണം. ആൻഡ് ഡാറ്റ വെൻ മേക്കിംഗ് എ പ്രഡിക്ഷൻ വിത്ത് ഫൈനൽ മോഡലിൽ നമ്മൾ പ്രഡിക്ഷൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡാറ്റയാണെങ്കിലും എന്താണെങ്കിലും ഒരെണ്ണത്തിൽ ചെയ്താൽ പിന്നെ എല്ലാറ്റിലും ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക്സ് ചെയ്യണം. ഇനി വാട്ട് ആർ ദ ടെക്നിക്സ് ഫോർ ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ? feature selection methods, matrix factorization, manifold learning, autoencoder methods, tips for dimensionality reduction. ഇല്ല കേട്ടോ, തെറ്റിപ്പോയതാണ്. ഓട്ടോ എൻകോഡർ മെത്തേഡ്സ് വരെ 4 ടെക്നിക്കാണ് നമ്മൾ പറഞ്ഞത്. എന്താ? ഫീച്ചർ സെലക്ഷൻ മെത്തേഡ് വേണ്ട, ഫീച്ചർ സെലക്ഷൻ മെത്തേഡ്സ്, മെട്രിക്സ് ഫാക്ടറൈസേഷൻ, മാനിഫോൾഡ് ലേണിംഗ്, ഓട്ടോ എൻകോഡർ മെത്തേഡ്സ്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ
യൂട്യൂബ് അല്ലെങ്കിൽ എന്താ പറയുക നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെത്തേഡ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ അത്രയും പോകണ്ട, ജസ്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ എന്നാണ്. ഇനി ഈ ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നിക്കാണ് എന്ത് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കുക ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ എന്താണെന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ് എടുക്കുന്നതിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലോ ഏതെങ്കിലും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരണമെങ്കിലോ ചോദിക്കുക. നേരിട്ട് ക്ലാസ് എടുക്കണമെങ്കിലും ചോദിക്കുക. എന്താണെങ്കിലും പേഴ്സണലി മെസ്സേജ് അയച്ച് പറയും. ഓക്കെ, താങ്ക് യു.